ഇത് ഞങ്ങളുടെ നാടാണ്. ഞങ്ങളുടെ നാടെന്ന് പറയുമ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു ഗ്രാമമെന്ന് തന്നെ പറയാം. ഇത് ശരിക്കും വെള്ളായണി കായലാണ്. വെള്ളായണി കായൽ എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് നമ്മുടെ കേരളത്തിൽ വെച്ച് രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ്. അപ്പം നമ്മുടെ ഈ ട്രിവാൻഡ്രം ഭാഗത്തോട്ട് മിക്ക സ്ഥലങ്ങളിലോട്ടും നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വെള്ളമൊക്കെ പമ്പ് ചെയ്ത് ഗവൺമെൻറ് ഇവിടെ നിന്നാണ് നമുക്ക് വെള്ളമൊക്കെ തരുന്ന സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഭയങ്കര രസമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ ഈ രണ്ട് സൈഡിലും നമുക്ക് ഇരിക്കാനായിട്ട് സ്റ്റോൺ ബെഞ്ചൊക്കെ ചെയ്ത് അവർ ഇട്ടിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ തന്നെ എന്താ പറയട്ടെ, നല്ല കാറ്റും ആ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിരിക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. അപ്പം നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവർക്ക് അറിയാം. ട്രിവാൻഡ്രത്തല്ലാത്ത അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നമുക്ക് വെറുതെ ഒരു കുറച്ച് സമയം പിള്ളേരുമായിട്ടൊക്കെ വന്നിരുന്ന് ചിലവഴിക്കാനും, വീട്ടിൽ ഇപ്പം ഒന്നോ രണ്ടോ രണ്ട് മക്കളും അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ വൈകുന്നേരങ്ങളിൽ വന്ന് ഇവിടെ ഇരുന്ന്, ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒത്തിരി ഫാമിലി അവിടെ ഇരിക്കാറുണ്ട് ഇതുപോലെ വന്ന്. കാരണം രണ്ട് സൈഡിലും നടുക്ക് റോഡും അപ്പുറവും ഇപ്പുറവും കായലുമാണ്. അപ്പോൾ ഈ സ്റ്റോൺ ബെഞ്ച് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന കാരണം നമുക്ക് ഒരു വൈകുന്നേരമാണ് വന്നിരിക്കാൻ ഏറ്റവും കൂടുതൽ സുഖം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നല്ല വെയിലുണ്ടാവും. ഈ വൈകുന്നേരമൊക്കെ വന്ന് നമ്മളിപ്പോൾ ഒരു അച്ഛനും അമ്മയും രണ്ട് മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് സമയം പിള്ളേർക്ക് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി കൊണ്ടിരുത്താൻ പറ്റുന്നൊരു അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കായലൊക്കെ വിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറേ അങ്ങ് പോകുമ്പോൾ നിറയെ അവിടെ കൃഷിയാണ്, കൃഷിയിടങ്ങളാണ് കാണുന്നത്. അതായത് നമ്മുടെ ഈ മാർക്കറ്റിലൊക്കെ വരുന്ന ചീര, പയറ്, വെള്ളരി, പിന്നെ വാഴക്കൊലകൾ രണ്ട് സൈഡിലും അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ പറയട്ടെ, നാട്ടു പച്ചക്കറികളും ഒക്കെ കിട്ടുന്ന ഒരു ഇതാണ്. ഇപ്പം ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ നമ്മുടെ ഈ ഭാഗത്ത് മാത്രമേ എനിക്കിത് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല. പണ്ടത്തെ മോഹൻലാലിൻ്റെ ഒരു മൂവി ഉണ്ടല്ലോ, കിരീടം മൂവി. ഈ കിരീടം മൂവിയിലെ കിരീടം പാലമൊക്കെ നമ്മുടെ ഈ വെള്ളായണി കായലിൽ നമ്മൾ പുഞ്ചക്കരിയിലോട്ട് വരുന്ന ഭാഗത്തുള്ളതാണ്, ആ ഭാഗമാണ്. അപ്പം ഇപ്പം ഈ കാണുന്ന ഇവിടെ നേരെ പോകുമ്പോഴാണ് ആ കിരീടം പാലമൊക്കെ വരുന്നത്. ഇപ്പം കിരീടം പാലം മാത്രമല്ല, ഇപ്പം കുറേ സീരിയലിൻ്റെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടെ ഇവിടെയാണ്. നമ്മുടെ മൗനരാഗം, ചെമ്പനീർ പൂ, ഇങ്ങനെ കുറേ സീരിയലിലെ ലൊക്കേഷൻ ഇവിടെയാണ് എടുക്കുന്നത്. ഏറ്റവും ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിന്ന് പോയാൽ നമ്മളങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുക, അത്ര ഭംഗിയാണ് കാണാനായിട്ട്. ഒത്തിരി വാഴക്കൃഷിയുണ്ട്. റോബസ്റ്റയുണ്ട്, പിന്നെ പാളയംതോടനുണ്ട്, ഏത്തനുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ അവിടെ ഓരോ ഇങ്ങനെ കൃഷി ചെയ്യുന്ന കുറച്ച് ഭാഗം മാറി വിപണി എന്ന് പറയും. അതായത് ഈ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കർഷകർ എന്നെ കൊണ്ട് കൊടുക്കുന്ന സ്ഥലമാണ് വിപണി. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് വിലയേക്കാളും നല്ല ലാഭത്തിന് വാങ്ങാൻ കിട്ടും. വിഷം അടിക്കാതെ ചീരയെന്നല്ല, പച്ചക്കറിയെല്ലാം വാങ്ങാൻ കിട്ടും. പിന്നെ ഈ പഴവർഗ്ഗങ്ങളെല്ലാം വാങ്ങാൻ കിട്ടും. ഇപ്പം ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പപ്പായ ഉണ്ടായിരുന്നത്. ഈ പപ്പായ എന്ന് പറഞ്ഞത് സാധാരണ നമ്മൾ വലിയ പപ്പായയാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഈ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് പപ്പായ എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്ന് കുഞ്ഞു മക്കൾക്ക് പോലും പറിച്ചെടുക്കാവുന്ന രീതിയിലുള്ള കുഞ്ഞു പപ്പായയാണ്, പക്ഷേ നിറച്ച് കായും ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിക്കുകയും ചെയ്തു, ഇവിടെ എവിടെയെങ്കിലും കൃഷിക്കാരാരെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ചോദിച്ചു നോക്കായിരുന്നു, ഇത് ഏത് വെറൈറ്റിയാണ്, എവിടെയാണ് ഇതിൻ്റെ തൈ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് സീഡ് വാങ്ങി നട്ടതെന്ന് ഞാൻ ചോദിക്കാൻ വേണ്ടി. കുഞ്ഞു പപ്പായ നമുക്ക് കൈ കൊണ്ട് പറിച്ചെടുക്കാവുന്ന രീതിയിൽ കുഞ്ഞു പപ്പായ തൈയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. പക്ഷെ ആ കുഞ്ഞു പപ്പായ തന്നെ നിറച്ച് കായുണ്ട്, ഒത്തിരി കായുണ്ട്. കണ്ടപ്പം തന്നെ എന്ത് രസമായിരുന്നു, നമുക്ക് തന്നെ ഇങ്ങനെ ഇങ്ങനെ പിച്ചെടുക്കാലോ എന്ന് തോന്നും. പിന്നെ ഈ ട്രിവാൻഡ്രം ഭാഗത്ത് നിറച്ച് ഇതുപോലെ വേറൊരു കൃഷിയാണ് ഈ റെഡ് കളർ ബനാന. നമ്മളിവിടെ കപ്പപ്പഴം എന്നാണ് ട്രിവാൻഡ്രത്തൊക്കെ പറയുന്നത്. അങ്ങോട്ട് വടക്കോട്ട് ഭാഗത്തൊക്കെ എന്ത് പറയുന്നത്, വേറെ എവിടെയെങ്കിലും സ്റ്റേറ്റിൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞങ്ങളുടെ ഈ ട്രിവാൻഡ്രത്ത് എല്ലാവരുടെയും ഒരു ഫെസ്റ്റിവൽ സീസൺ പോലെയാണ്. കാരണം അമ്പലങ്ങളിലും ഉത്സവങ്ങളിലും ഒക്കെ ഈ വാഴക്കൊല നിൽക്കുന്ന സമയത്ത് ഈ കപ്പക്കൊലയാണ് ആണെന്ന്. പിന്നെ വേറൊരു വെറൈറ്റിയാണ് ഞങ്ങളുടെ റോബസ്റ്റ എന്ന് വെച്ചാൽ ഇതൊരു ഒന്നൊന്നര റോബസ്റ്റ ആയിരുന്നു കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ ചെറുതും കൊലയാണെങ്കിൽ ഏകദേശം നില മുട്ടാറായി. നമ്മൾ ഒരിക്കലും നിലത്ത് മുട്ടിയില്ല എന്നുള്ള രീതിയിൽ കൊല നിൽക്കുന്നുണ്ട്. ഞാനത് കുറേ നേരം നോക്കിക്കൊണ്ട് നിന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു, ദൈവമേ ഇത് എങ്ങനെ ഈ വാഴയിൽ ഇത് താങ്ങി നിർത്തുന്നതാണാവോ എന്ന് തോന്നുന്നു. കാരണം അത്ര മണ്ടൻ കൊലയായിരുന്നു. എന്ന് വെച്ചാൽ നിലത്ത് മുട്ടി കിടക്കുന്ന രീതിയിലാണ് കൊല ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ ഇങ്ങനെ നടന്ന് നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ മരിച്ചിനി ഉണ്ടായിരുന്നു, പല വെറൈറ്റി വാഴയുണ്ട്,
ചീര, കുമ്പളങ്ങ, പിന്നെ വള്ളിപ്പയറ്, പാവല്, കത്രിക്ക, കോവല്, ഇഷ്ടം പോലെ. പക്ഷെ ഇതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് മോനെ. പക്ഷെ മോനന്ന് കുളിക്കാൻ പോകുന്ന ഇടയിൽ, നമ്മൾ മോൻ ഇതിന്മേ ഒരു വീഡിയോ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുളിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കുളിക്കാൻ പോകുന്ന ധൃതിക്ക് ഞങ്ങൾ അവനെ കുറച്ച് മാത്രമേ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. അവൻ്റെ കുളിയും കാര്യങ്ങളായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾക്കത് ഒത്തിരി ഒന്ന് വീഡിയോ എടുക്കാനുമില്ല. ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കല്ലിയൂർ ഗ്രാമപഞ്ചായത്തും വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തും കൂടെ മിക്സ് ചെയ്ത് കിടക്കുന്ന ഒരു മേഖലയാണിത്. അപ്പം ഞങ്ങൾ വരുന്നത് കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിലാണ്. പഞ്ചായത്താണ്, ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ പഞ്ചായത്താണ്. പഞ്ചായത്തിൽ തന്നെ പെട്ടെന്ന് ഒരു നമ്മുടെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൃഷി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത്രയും ഭംഗിയായ ഒരു സ്ഥലം ഉണ്ടെന്നോ ആർക്കും അറിയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ പൂങ്കുളം എന്നൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ റോട്ടിൽ നിന്ന് ഒരു ഇച്ചിരിയേ ഉള്ളൂ വീട്ടിലോട്ട് വരാൻ. അപ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു ടൗൺ മാതിരി, ഒരു സിറ്റി മാതിരിയാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ബൈ റോഡ് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇത്രയും ഭംഗിയുള്ള സ്ഥലം. ഇത് എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കാണണമെന്ന് തോന്നിയെങ്കിൽ വന്ന് വിസിറ്റ് ചെയ്ത് കാണണം. കാരണം വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയം കൊണ്ട് ഏതും വെള്ളത്തിലോട്ടിറങ്ങി ഓടി നമുക്ക് ചീരയുടെ ഇടയിലോട്ടൊക്കെ കിടന്ന് ഓടി മറിക്കുകയാണ്. അവൻ ഇത് കണ്ടപ്പോൾ എക്സൈറ്റ്മെൻറ്റ്. കാരണം അവൻ്റെ ഈ ഒരു പ്രായത്തിൽ ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊക്കെ അത് കാണാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അപ്പോൾ അവൻ ഞങ്ങളെ വീഡിയോ എടുക്കുന്നതൊന്നും നോക്കാണ്ട് അവൻ ചീരയിലോട്ടിറങ്ങി ഓടും, ചീര കൃഷി ചെയ്യുന്ന ആ ബണ്ടിലോട്ട്. അപ്പം അവന് ഞാനും പപ്പായും പറയുന്നു അങ്ങോട്ട് പോകരുതേ പോകരുതേ, ഇടാ ചെളി കാണും, നീ വന്ന് വീഴും എന്നെന്നും പറഞ്ഞിട്ട് അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. പിന്നെ ഈ കുറച്ച് ഈ ചീരയുടെ ഇടയിൽ കൂടെയൊക്കെ ചീര നനയ്ക്കാനായിട്ട് ഒരു വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വെള്ളം തോട്ടിൽ നിന്നൊക്കെ കണക്ട് ചെയ്തിരുന്ന വെള്ളമാണ്. അപ്പം അതിനകത്ത് ചെറിയ 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 മീനൊക്കെ ഉണ്ട്. അപ്പം അവനിത് കണ്ടിട്ട് അയ്യോ പപ്പ അതാ ഇവിടെ മീൻ കിടക്കുന്നത്, അവിടെ മീൻ കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറയാം നീ പോവരുതേ, കാല് തെറ്റി വീഴോടാന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നൊന്നുമില്ല. പക്ഷേ അവനെന്താ, അവന് ആ മീൻ കാണണം, മീൻ പിടിക്കണം. ഇതാ കിടക്കുന്നു മീൻ, ഇതാ വരുന്നു പപ്പ മീൻ, ഇതോ വരുന്നു പപ്പ മീൻ, പിടിച്ചതാ പപ്പായ ഫിഷ് ഇതാ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളടുത്ത് ബഹളം വെച്ചുകൊണ്ട് നിൽക്കുക. എവനിട്ട് പറഞ്ഞിട്ട് കേൾക്കുന്നതുമില്ല. ഓടി ഓടി വരുന്നുണ്ട് ആശാൻ. അവസാനം ഒരു പപ്പ വഴക്ക് പറഞ്ഞപ്പം പതുക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് നീ വരുന്നു. അപ്പൊ പറഞ്ഞു നീ ഇപ്പം കുളിക്കാനല്ലേ വന്നത്, നീ വാ, അല്ലാണ്ട് ഇത് നോക്കിക്കൊണ്ടെന്താ പറ്റൂടാന്ന് ചോദിക്കുകയും ചെയ്തു. വീണ്ടും അവൻ കുറച്ചു നേരം വഴക്ക് പറയും, വീണ്ടും വന്നിരുന്ന് മീൻ നോക്കുന്നുണ്ട് അവന് മീൻ കാണുമ്പോൾ എന്തോ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ അതാ വരുന്നു പപ്പ മീൻ, ഇതോ വേറൊരു കളർ മീൻ വരുന്നു, ഇതാ വരുന്ന കളർ മീൻ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു. പിന്നെ അവന് പറഞ്ഞാലോട്ട് കേൾക്കുന്ന പ്രായമല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് പപ്പ അവൻ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറ ഇത് കാണാൻ പറ്റുമെന്നില്ല എനിക്കറിയത്തില്ല. കാരണം ഏകദേശം നമുക്ക് തന്നെ ഇവിടെ ഒത്തിരി കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഇപ്പം എല്ലാവരും നികത്തി പിന്നെ വലിയ വലിയ ബിൽഡിങ്ങുകൾ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് നികത്തി അവർ വേറെ എന്തൊക്കെയോ പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഗ്രാമവും കൂടി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചങ്ങോട്ട് മാറിയുള്ള ഭാഗത്തൊക്കെ അവർ നികത്തി തുടങ്ങിയിട്ടുണ്ട്. നികത്തി മറ്റേ വേസ്റ്റേജ്, ബിൽഡിംഗ് ഒക്കെ പൊളിക്കുന്ന വേസ്റ്റും അതും ഇതൊക്കെ കൊണ്ടിട്ട് അവർ നികത്തിയൊക്കെ വീട് പണിക്കാണോ അത് വേറെ എന്തെങ്കിലും പർപ്പസിനാണോ എന്ന് അറിയില്ല, അതൊക്കെ നികത്തി അവർ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവനെ പപ്പയോട് പറഞ്ഞു പപ്പ അവന് വിലക്കുണ്ടാവും, അവനെങ്കിലും കാണട്ടെ. നാളെ നമ്മളൊരു ഈ വീഡിയോ എടുത്ത് പകർത്തിയിടുമ്പം അവൻ്റെ തലമുറയ്ക്ക് ഇങ്ങനെ കാണാമല്ലോ അവൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടായിരുന്നത്. കാരണം ഇനി വരുന്ന കാലഘട്ടത്തിൽ കാണുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെ. കാരണം ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊന്നും അല്ല ഇപ്പോൾ. കാരണം അതെല്ലാം നിറച്ച് ബിൽഡിങ്ങായി. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ വെള്ളായണിക്കാലിൻ്റെ ആ ഭാഗത്ത് പോകുമ്പോഴത്തേക്ക് ഒത്തിരി താമരപ്പൂക്കൾ ഇഷ്ടം പോലെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാമായിരുന്നു. ഞാനത് എപ്പോഴെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എടുത്തരാം. ഇതൊരു ഊറ്റുകുഴി എന്നാണ് ശരിക്കും പറയുന്നത്. പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല കണ്ണീര് പോലെ ഇരിക്കുന്ന വെള്ളമാണ്. വീഡിയോയിൽ എത്രത്തോളം അങ്ങനെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വേനലായപ്പം ഇടയ്ക്ക് വന്ന് ഞങ്ങൾ കുളിക്കുകയും ഇച്ചിരി തുണിയൊക്കെ വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഇവിടെയിട്ടാണ് കഴുകിയത്. നല്ല വെള്ളമാണ്, ഈ കാണുന്ന പോലെയൊന്നുമല്ല. പിന്നെ കണ്ണുനീര് കിണറിൽ നിന്നൊക്കെ എടുക്കുന്ന ആ കണ്ണുനീര് പോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഒന്ന് ചാടി കുളിക്കാനായിട്ടാണ് അവൻ ഈ തുള്ളി മറിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഓടി വന്നത്. അപ്പോൾ ഞങ്ങൾ കുളിക്കാനായിട്ട് വന്നപ്പോൾ വേറൊരു കൊച്ചും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് കമ്പനി കൊടുത്തു, മോന് കമ്പനി കൊടുത്തായിരുന്നു. ആടാ ഇങ്ങനെ ചാട്, അങ്ങനെ ചാട്, ഇങ്ങനെയാണ് ചാടേണ്ടത്, ഇങ്ങനെ ചാടി വരണം,
എന്നും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ വെച്ചാൽ അവനങ്ങ് കമ്പനി കൊടുക്കട്ടെ അങ്ങനെ. പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ്, കാരണം വെച്ചാൽ നല്ല തണുത്ത വെള്ളവുമാണ്. ഇപ്പം നമ്മൾ ശരിക്കും വീഡിയോയിൽ കാണുമ്പം ഒരു ഗ്രീൻ കളറിലെ ഷെയ്ഡായിട്ടാണ് തോന്നുന്നത്, പക്ഷെ ഇങ്ങനെയല്ല, പ്യൂർ നല്ല കണ്ണുനീര് പുലിക്കും, ഭയങ്കര കൂളിങ്ങുമാണ്. ഇത് ശരിക്കും എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിണറിൽ നിന്ന് ഊറ്റി വരുന്നില്ലേ, അതുപോലെ നമ്മൾ ഇപ്പം കാണുന്നത് പോലെ ഇച്ചിരി ഉള്ളിലോട്ട് മാറി അവിടെ നിന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം, വെള്ളം ഇങ്ങനെ കുമിള പോലെ എടുക്കും അങ്ങറ്റം സൈഡിൽ, അതായത് ഉറവ പൊട്ടി വരുന്നതില്ലേ, അപ്പം അങ്ങനെ വരുന്ന വെള്ളമാണ്. അപ്പം വേറെ പിന്നെ ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, ഇത് ഒഴുകും. ഈ വെള്ളത്തിൽ ഇവിടെ നിന്നുള്ള ഒഴുക്കാണ് ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ മോൻ ഇറങ്ങി നിന്ന ചീരയുടെ ഭാഗത്തൊക്കെ ഇല്ലേ, അങ്ങോട്ട് കണക്ട് ചെയ്ത് ഇവിടുന്ന് ഈ വെള്ളമാണ് അങ്ങോട്ട് എല്ലാം കൃഷി ഏരിയയിലൊക്കെ പോകുന്നത്. അപ്പം എന്താ പറയുക, ഇതിങ്ങനെ കെട്ടിക്കിടന്ന് ദുർഗന്ധം അടിക്കുന്നത് അല്ലെങ്കിൽ മോശമായ വെള്ളമല്ല, നല്ല വെള്ളമാണ്. അങ്ങനെ കുറേ കഴിഞ്ഞു, അവനെ ഒരു വിധത്തിൽ കയറുന്നില്ല, പക്ഷെ ഭയങ്കരമായിട്ട് വെള്ളത്തിൽ കിടന്ന് മുങ്ങിത്താണ്, ഭയങ്കര കളിയായിരുന്നു. വെച്ച് കളിക്കട്ടെ, കുറച്ച് ഇനിയിപ്പോൾ വെക്കേഷൻ ടൈമല്ലേ. ഈ നമ്മുടെ വെക്കേഷനൊക്കെ ഇതാണ് കേട്ടോ, നമ്മുടെ വെക്കേഷൻ എന്ന് വെച്ചാൽ അവൻ്റെ വെക്കേഷനൊക്കെ ഇതാണ്. അവൻ ഈ വെള്ളത്തിൽ കിടന്ന് മറിയുക, അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ കുറേ കോഴി, ഇപ്പം ഇടയ്ക്ക് പറഞ്ഞല്ലോ കോഴിക്കുഞ്ഞ് മേടിച്ചു കൊടുത്താൽ കോഴിക്കുഞ്ഞിനോട് കളിക്കുക, കോഴിക്കുഞ്ഞിന് തീറ്റ കൊടുക്കുക, ഇതൊക്കെയാണ് അവൻ്റെ വെക്കേഷൻ എന്നുള്ളത്. ഇതൊക്കെയാണ് അങ്ങനെ, ഇതാണ് അവൻ്റെ നീരാട്ടും ഇതൊക്കെയാണ്. ഇനി എപ്പോഴെങ്കിലും ഞങ്ങൾ വെള്ളായണി, ഇതിപ്പോൾ ഞങ്ങൾ ഓമൂലക്കായലാണ്, എപ്പോഴെങ്കിലും ഞങ്ങൾ ശരിക്കും ഇപ്പം വെള്ളായണി ഭാഗത്തുള്ള വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ അവിടെ പാലം പണി ചെയ്യുവാണ്. അപ്പോൾ പാലം പണിയുന്നതായിട്ട് ഉള്ളവരാണ് ആ വീഡിയോ. അപ്പോൾ ആ പാലം പണിയും പാലം പണിത് വരുന്നതിന് മുന്നേ ഉള്ള വീഡിയോയും ഇപ്പം പാലം പണിയായിട്ട് എന്ത് അവസ്ഥയിലാണ് പാലം പണിയുടെ അവസ്ഥയൊക്കെ കാണിച്ചുകൊണ്ട് വേറൊരു വീഡിയോ ഞങ്ങൾ ഇട്ട് തരാം. എന്നാൽ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മോന് വേണ്ടി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.
like, share, and subscribe to my channel. And don't forget to enable the bell icon for notifications.